ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 56 വർഷമായി ഞാനും എൻ്റെ ഭാര്യ മേരി കഴിയുന്നതും ഇന്ന് നേരം കൂടെ ഉണ്ടായി. ദുഃഖവും ഭേദവും കൊണ്ട് ഒരു നാൾ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞി നല്ലതായി ഞാൻ പറയുകയാണ്. എൻ്റെ എല്ലാ ഭാഗ്യം എന്നെ വളരെ ഉപദേശിച്ച് ഒരു കാര്യം മാത്രമല്ല, ഒരു അമ്മയുടെ ആളുകൾ കൂടി എനിക്ക് എന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ 10-26 തലമുറ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് പലപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെങ്കിലും കാര്യമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ മക്കളാരും എൻ്റെ ഭാര്യ ഞാൻ ബുദ്ധിമുട്ടുന്ന കണ്ടിട്ടില്ല. അസമയമാണെന്ന് പറയുന്നത് കണ്ടില്ല. അത്രയ്ക്കും മാത്രം അതെല്ലാം മണിക്കൂർ കഴിയുമ്പോൾ അത് കഴിഞ്ഞു പോവുകയും ചെയ്യും. ബൈബിളിൽ ഒരു വാക്യം പറയുമ്പോൾ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്കും അവളില്ല അധികമെന്ന വാക്കുകൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ ചട്ടത്തിൽ എഴുതിക്കൊണ്ട് പറയുമോ ആ കഴിയും. ആ മറ്റുള്ള ഭാര്യ എൻ്റെ ഭാര്യ ദൈവത്തിൽ താമസിക്കുമ്പോൾ കഴിയും. നടന്ന ഒരു ജീവിതമാണ് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നത്. പള്ളിയുടെ കുടുംബത്തിൽ വീട്ടിലുമായ അനേകനായ ഉപദേശിയുടെ 8 വർഷത്തെ മൂത്തവളായി ജനിച്ചു. 3-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അവരുടെ കത്തുമൊക്കെ കുടുംബകാര്യങ്ങൾക്ക് നോക്കാനാവില്ല. ഇളയത്തിനെ വളർത്തണം, അവരുടെ വർഷങ്ങൾ കൊടുക്കണം, ശുശ്രൂഷിക്കണം. അമ്മയ്ക്ക് മാത്രമായിട്ട് ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ ഭാര്യ സ്വന്തത്തിലുള്ള വിദ്യാഭ്യാസം നിർത്തി ഇളയത്തിനെല്ലാം നല്ലപോലെ നോക്കി അവരെ ഊട്ടി ഉടക്കി കുളിപ്പിച്ച് ധാരാളമായി അവരെ വളർത്തി. ഞാൻ പറയുമ്പോൾ ഇളയത്തിനുള്ള നമുക്കുണ്ട്, നമുക്ക് അറിയാം. അത് കഴിഞ്ഞ് പ്രായമായി കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മൂത്ത മകൾ ഉണ്ടായി, അനില. അവൾക്ക് ആൺകുണ്ടായി, അവൾക്ക് ഉണ്ടായി. ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ണി കൂടെ ഉണ്ടായി. അത് വളർത്തുവാനായി 34 ഞാൻ ഉണർത്താറില്ല. ലക്ഷങ്ങൾ പുതിയ അതിൻ്റെ കഴിഞ്ഞ് നേർപ്പെടുത്തുന്നത് ആദ്യം കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ എൻ്റെ കുടുംബത്തിൻ്റെ അമ്മ കുടുംബങ്ങൾ പറഞ്ഞ കൈകൂടി ഞാൻ ഉണ്ടാക്കി നിന്നെ കൊണ്ടെങ്കിൽ പഠിപ്പിക്കുക പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ ഭാര്യയുടെ 2 പേർക്കായി മകൾക്കും മകളുടെ കുഞ്ഞാമകൾക്കുമായി തന്നെയാണ് ആ കുട്ടിയെയും വളർത്തിയതോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കുടുംബത്തിലും വിവാഹം കഴിഞ്ഞ് ഞങ്ങളോട് സാധാരണപ്പോൾ തന്നെ അംഗീകരിക്കുന്നവരുടെ ആവശ്യം വരുമ്പോൾ എന്നോട് ചോദിച്ചു. ആ 3 വർഷവും കഴിയില്ല വേണമെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ പോയി കൊടുക്കണം, അവരുടെ ആവശ്യങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം അനീതിയുടെ പറഞ്ഞ ക്രമപ്രകാരം അവരെയാണ് അവർക്ക് എൻ്റെ ഭാര്യ എനിക്ക് എല്ലാം അസഹനയാണ്. Your Mustang Richard Swedish.
ശ്രീധർ സഖ്യം ശ്രീധർ സഖ്യം ശ്രീധർ സഖ്യം അതിനുശേഷം ചർച്ച് കീഴ്ത്തോട് സഭയിൽ ഇന്ന് ഗായക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ്. എങ്കിൽ ദൈവസന്നിധിയിൽ വീണ്ടും മുഖാമുഖം കാണാം എന്നൊരു പ്രത്യാശ ഞങ്ങളിലുണ്ട്. കൊച്ചുമയെ കുറിച്ച് ഓർക്കുമ്പോൾ കൊച്ചുമ ഞങ്ങളെ ഒരു മാതാവ് തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെയാണ് ഗായക സംഘത്തെ കരുതിയിരുന്നത്. കൊച്ചുമ ഒരിക്കലും ഒരു ദേഷ്യത്തോടു കൂടി ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഏറ്റവും ശാന്തശീലയായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. എപ്പോൾ നോക്കിയാലും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് കൊച്ചുമയെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് കൊച്ചുമ നൽകിയിട്ട് പോയതായ ആ നല്ല പാത പിന്തുടരുവാൻ മക്കളെയും കൊച്ചുമക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകം കൊടുക്കാത്തതായ നിത്യസമാധാനത്താലും പ്രത്യാശയാലും സാറിനെയും കൊച്ചുമയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം നിരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഗായക സംഘത്തിന്റെ പേരിലുള്ളതായ അനുശോചനം ഈ സമയം അറിയിക്കുകയും ചെയ്യും. സെന്റ് പോൾ CSA ചർച്ച് കീഴ്ത്തോട് ഇതാണ്. അതിനുശേഷമായിട്ട് മാസത്തിന്റെ റീത്ത് സമർപ്പിക്കുന്നതാണ്. അതിനുശേഷം ചർച്ച് കേസിന്റെ റീത്ത് സമർപ്പിക്കും. മാസത്തിന്റെ ബഹുമാനപ്പെട്ട കേരള ഡയസിസ് വിശുദ്ധമായിട്ടുള്ള ഫ്രാൻസിസ് തിരുമേനി, ഡയസിന്റെ സെക്രട്ടറി വിദ്യാഭ്യാസം